ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അതാണ് ഇന്നത്തെ പരിപാടി. ഒരു സാറ്റർഡേ ആയതുകൊണ്ട് നമുക്കിന്നൊരു വാക്ക് നടക്കാം. ആ പുറകെ കാണുന്നത് നല്ല രസമല്ലേ? അത് ഓടുമില്ല എന്ന് പറഞ്ഞൊരു ഇതാണ്. നല്ല രസമാണ് അത് കാണാൻ. മീൻ കുഞ്ഞുങ്ങളുണ്ട് ഗൈസ്. എൻ്റെ സ്വന്തം മീൻ കുഞ്ഞുങ്ങളാണ്. ഒരു താമരക്കുളത്തിലാണ്. പക്ഷെ ആ താമര ഇതുവരെ വിരിഞ്ഞിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതാണ്ട് 2 മരം കണ്ടില്ലേ? ആ 2 മരത്തിൽ നല്ല സൺലൈറ്റ് ഇരിച്ചു. ഇപ്പം എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡൻ അവർ ആവാറ്. ഒരു 6:15 ആയി. ഗോൾഡൻ അവർ കഴിയേണ്ട സമയമായി. നമുക്കെങ്ങനെ ലക്കിൻ്റെ കാണാം. അതാണ് ഗൈസ് എൻ്റെ വീട്. ഈ കാണുന്ന ഈ മാവും പിന്നെ ഈ കാണുന്ന ഈ പ്ലാവുമില്ലേ, ഞാൻ അതിൻ്റെ മേത്താണ് ഗൈസ് എപ്പോഴും കുത്തിമറിഞ്ഞ് കളിക്കുക. പിന്നെ എന്തുണ്ട് ഗൈസ് വിശേഷം? സുഖല്ലേ? നല്ല തണുത്ത കാറ്റുണ്ട്. പിന്നെ ഈ ചുറ്റുപാടൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നും നല്ല കാടിൻ്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. കാടൊന്നുമല്ല ഗൈസ്, ഞാൻ ടൗണിൻ്റെ തൊട്ടടുത്താണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അതുകൊണ്ട് ആ കാണുന്നതാണ് എൻ്റെ വീട്. ഈ സൈഡൊക്കെ വേറെ ആരുടെയോ ആണ്. ഇതാണ്ട് ഈ സ്ഥലം കണ്ടില്ലേ? പണ്ട് അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ സ്ഥലത്ത് സൺസെറ്റ് കാണായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ എലി ചീമക്കൊന്നയൊക്കെ വന്നിട്ട് അത് മൂടി. ഞങ്ങളുടെ ഇവിടെ കുളമുണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ആണ്ട് അവിടെ ഇങ്ങനെ കുടിച്ചുണ്ടാക്കിയ കുളമാണ്. പിന്നെ നല്ല അടിപൊളി വയൽ, എന്ത് രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ പോകാൻ. അവിടെ ഒരു വീടൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വ്യൂ അല്ലേ ഗൈസ്? എനിക്ക് ഏറ്റവും ഇഷ്ടം സ്കൈ ആണ്. എന്ത് രസമാണ് ഗൈസ്. നോക്ക് ഗൈസ്, മേഘങ്ങളിങ്ങനെ കുടുകുടുകൂടാന്ന് നിൽക്കുന്നത്. അവിടെയാണ് സൺസെറ്റ്. നിങ്ങൾക്ക് കാണുമോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, അങ്ങോട്ടേക്ക് റോഡില്ല. പിന്നെ അപ്പം നമ്മളുടെ പ്ലാൻ ക്യാൻസൽ. നമ്മൾ ചമ്മിയ മുഖത്തോടെ തിരിച്ച് നടക്കുകയാണ് ഗൈസ്. നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. സാരമില്ല ഗൈസ്, നമുക്ക് അടുത്ത തവണ വന്നിട്ട് സൺസെറ്റ് കാണാം. അപ്പം ഞാൻ നിങ്ങളെയും കാണിച്ചു തരാം. അതുകൊണ്ട് അവിടെയായിട്ടാണ് നമ്മുടെ കുളം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഞാൻ ചാടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, അച്ഛനും ഞാനും എൻ്റെ ഏട്ടനും കൂടിയിട്ട് ഒരു ദിവസം ചാടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത് വേറെ ആരുടെ കുളമാണ്, അവർ കെട്ടിയതാക്കി. ഞങ്ങൾ JCB ഒക്കെ കണ്ടിട്ട് അവർ കുഴിച്ചിതാക്കിയതാണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ സ്വന്തം കുളം. ഇവിടെ എല്ലാം ഉണ്ട്. കുളമുണ്ട്, മേലെ കളിക്കാൻ വലിയ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. നല്ല സ്ഥലമാണ്. ടൗണിൻ്റെ തൊട്ടടുത്താണ്. ഭയങ്കര ക്വയറ്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. അതാണ് മെയിൻ. ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കി അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ സ്കൈ. ഇങ്ങനെ ഒരു നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ടൈപ്പ് സ്കൈ. അടിപൊളി വ്യൂ. ആ മരത്തിലേക്കായിരുന്നു നേരത്തെ വെളിച്ചടിച്ചിട്ട് ഞാൻ ഗോൾഡൻ അവർ ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് പോയി ചമ്മി തിരിച്ച് വന്നത്. ഇവിടെ കണ്ടോ, അവിടെ കുറേ കല്ലും മണ്ണിട്ടിരുന്നു. അവിടെ ഒരു പുതിയ ഫ്ലാറ്റ് വരാൻ പോവാണ്. ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നത് ഞങ്ങളുടെ സ്വന്തം പറമ്പാണ്. അവിടെ ഇങ്ങനെ കുറേ തെങ്ങ്, വാഴ, ചേന, ചേമ്പ്, അങ്ങനത്തെ എല്ലാ പച്ചക്കറികളും അവിടെ ഉണ്ട്. ഇതൊരു ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ അവിടെ ചുറ്റും കാണിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ഇത് വരുന്നത്, ഫ്ലാറ്റ് വരുന്നത്. ഇവിടെ ഈ ഫ്ലാറ്റ് വന്നാൽ പിന്നെ ഞങ്ങളുടെ വീട് ഒട്ടും കാണില്ല. ഞങ്ങളുടെ വീടിനെക്കാട്ടും ഹൈറ്റിലായിരിക്കും ഇതുണ്ടാവുക. പണ്ട് ഇത് ആ റോട്ടിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ വീട് കാണുമായിരുന്നു. ആ റോട്ടിൽ നിന്ന് ഒരാൾ നടന്നു വരുമ്പോൾ അയാൾ എന്നെ കണ്ടതിൻ്റെ ചമ്മിയ എക്സ്പ്രഷനാണ് ഗൈസ് എൻ്റെ മുഖത്ത് കാണുന്നത്. പിന്നെ കോൺഫിഡൻസ് തിരികെ പിടിച്ചുകൊണ്ട് ക്യാമറ പൊത്തിപ്പിടിച്ച് നിങ്ങളെ എൻ്റെ വീട് കാണിച്ചു തരുന്നു ഗൈസ്. ഇതാണ് എൻ്റെ വീട്. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഇത് റംബൂട്ടാൻ്റെ മരമാണ്. കുറേ പച്ചക്കായ ഉണ്ട്, പക്ഷേ ഇതുവരെ പഴുത്തിട്ടില്ല. കുറേ കൊഴിഞ്ഞൊക്കെ പോകുന്നുണ്ട്. പിന്നെ വന്നാലും ഇവർ വെറുപ്പിച്ചില്ല. എനിക്കൊരു സമാധാനമില്ല. എന്നെപ്പോലുള്ളവരുടെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഒരു സാറ്റർഡേ ഈവനിങ് ആണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.